കരിക്കില്ലാതെ കരിക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കരിക്ക് പുഡിംഗ് ആണെന്നേ പറയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റിൽ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു കരിക്ക് പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. നോക്കാം. നമുക്ക് അതിനായിട്ട് ആദ്യം കുറച്ച് ചൈന ഗ്രാസ് വേണം. ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് വാങ്ങിച്ചോളൂ. 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് വാങ്ങിക്കണം. അതിൽ നിന്ന് ഒരു 1/4 ഭാഗം, അതായത് ഒരു 2.5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട്. നമ്മൾ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതിപ്പോൾ ഞാൻ കുതിർക്കുന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഡയറക്റ്റ് വെള്ളത്തിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ല എങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ വെള്ളം കുറച്ചൊഴിച്ചിട്ടാണല്ലോ മെൽറ്റാക്കി എടുക്കുന്നത്. ചൈന ഗ്രാസ് മുഴുവനായിട്ടും മെൽറ്റായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഇരുന്ന് അലിയില്ല. അപ്പോൾ നമ്മൾ ആ തീയിൽ തന്നെ നന്നായിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 1 കപ്പ് തേങ്ങാവെള്ളമാണ് എടുക്കുന്നത്. കരിക്കിൻ്റെ വെള്ളമല്ല, തേങ്ങാവെള്ളം. 1 കപ്പ് തേങ്ങാവെള്ളമുണ്ട്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തീരെ മധുരമില്ലാത്ത വെള്ളമായിരുന്നു. ചില തേങ്ങാവെള്ളം നല്ല മധുരമായിരിക്കും, അതിന് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് തേങ്ങാവെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. തിളയ്ക്കേണ്ട കാര്യമില്ല. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും ഒന്ന് ചൂടായി കിട്ടും. ഇതും നമ്മൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ തേങ്ങാവെള്ളം പെട്ടെന്ന് തിളച്ചു പോകും. വളരെ ചെറിയൊരളവല്ലേ ഉള്ളൂ. അതായത് ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അലിയിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചൈന ഗ്രാസ് ഒഴിക്കുമ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. രണ്ടും ഏകദേശം ഒരേ ചൂടാണല്ലോ. ചൈന ഗ്രാസ് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. നമ്മുടെ ഈ തേങ്ങാവെള്ളം കുറച്ചൊന്ന് ചൂടായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും ഏകദേശം ഒരേ ചൂടായിരിക്കും. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ അതങ്ങ് സെറ്റായി കിട്ടും. ജെല്ലി പോലെ ആയി വരും. ഇനി നമുക്ക് ബാക്കിയുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, നമ്മൾ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തതിൽ 2.5 ഗ്രാം നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഉള്ള ചൈന ഗ്രാസിനെ 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. ഇതൊന്ന് കുതിർന്നോട്ടെ. ഇതിപ്പോൾ പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഉള്ളതുപോലെ തോന്നും. ഇല്ല, നമ്മൾ ചെയ്തു വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. ചൈന ഗ്രാസ് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ നേരത്തെ തേങ്ങാവെള്ളം മിക്സ് ചെയ്തെടുത്ത പാത്രം ഉണ്ടല്ലോ, ആ സെയിം പാത്രത്തിൽ തന്നെ 1 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് പാൽ അവിടെ ഒന്ന് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ചൈന ഗ്രാസ് ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടേ. ഇങ്ങനെ മെൽറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ചൈന ഗ്രാസ് മെൽറ്റായിട്ടുണ്ട്, മാറ്റി വയ്ക്കും. പാല് കണ്ടോ, ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, പക്ഷേ തിളച്ചിട്ടില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അടിയിൽ അങ്ങ് ഉറഞ്ഞു പോയിട്ട് അവിടെ കൊണ്ട് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒഴിക്കുന്നു, മറു കൈ കൊണ്ട് ഇളക്കുന്നു. ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ നോൺ സ്റ്റിക്കിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത്ര പെട്ടെന്ന് അടിക്ക് പിടിക്കില്ല. എന്നാലും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം മധുരം നോക്കണം. മധുരം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം ചേർത്താലും മതിയാകും. പഞ്ചസാരയും പാലും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടി
യോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു തിളയ്ക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. എന്നാലോ നമ്മൾ ഒരുപാടിട്ടങ്ങ് വെട്ടി തിളപ്പിച്ചെടുക്കുക അങ്ങനെയൊന്നും വേണ്ട. ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നൊരവസ്ഥയായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചെറിയ ചൂടിലാണ് ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. നല്ല കട്ടയുള്ള തേങ്ങാപ്പാലാണേ. ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങ, ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ച് ഒരു 2 തവണയൊക്കെ നല്ലതുപോലെ അടിച്ചിട്ട് പിഴിഞ്ഞെടുത്ത നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണേ. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിനൊരു കരിക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഈ തേങ്ങാപ്പാലും പാലും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസിൻ്റെ ചൂട് ശ്രദ്ധിച്ചോളുക. തീരെ ചൂടില്ലാണ്ട് അങ്ങ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം. രണ്ടിലും ഏകദേശം ചൂടുള്ള അവസ്ഥയിൽ വേണം ഈ പാലിലേക്ക് ചൈന ഗ്രാസ് ചേർക്കാനായിട്ട്. ഏതേലും ഒരു സാധനം വല്ലാതെ അങ്ങ് തണുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളുക. ചൈന ഗ്രാസ് തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം വേണം ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാലിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഒരേപോലെ ഈ ചൈന ഗ്രാസ് എത്തണമല്ലോ, എങ്കിലാണല്ലോ നമ്മുടെ പുഡിങ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുക. എല്ലാം നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങാവെള്ളം സെറ്റ് ചെയ്യാനായിട്ട് വെച്ചല്ലോ, അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ എന്തുകൊണ്ട് അരിച്ചൊഴിച്ചില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ചൈന ഗ്രാസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അലിയാതെ കിടക്കും. അത് നമുക്ക് വേണ്ട. അതിങ്ങനെ ഈ പുഡിങ്ങിന് മുകൾ ഭാഗത്ത് കിടക്കുന്ന കാണാൻ അത്രയ്ക്കൊരു ഭംഗിയില്ല. നമ്മൾ അരിച്ചൊഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് അങ്ങനെയൊന്നും കിടക്കില്ല. നല്ല വെളുത്ത പുഡിങ് കിട്ടും. ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെയാണ്. ചെറുതായിട്ടൊന്ന് ചൂടാറി തുടങ്ങുമ്പോൾ തന്നെ പുഡിങ് നന്നായിട്ട് സെറ്റാവുമേ. അപ്പോൾ നമുക്ക് മുകളിൽ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ബദാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. ആ ഒരു നല്ല തണുപ്പാകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണേ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ നമ്മുടെ ആദ്യത്തെ ലെയർ ഉണ്ടല്ലോ, തേങ്ങാ വെള്ളത്തിൻ്റെ ലെയർ, അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കാനായിട്ട് കോരിയെടുക്കുന്നതിൻ്റെ എല്ലാ പോർഷനിലും നമുക്കത് കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണേ. ഞാൻ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തരം റെസിപ്പീസാണ് കാണാൻ ഇഷ്ടമെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.